മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ കനവിലും നിലവിലും കാണാൻ, സ്വപ്നത്തിലും നേരിട്ടും കാണാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. ഇത് കേവലം ഒരു പ്രഹസനമായി നീ തള്ളല്ല റബ്ബേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ട 3 പേര് ഈ മുത്തഅല്ലിമ എന്നോട് അനുഭവം പറഞ്ഞിട്ടുണ്ട്. പിന്നല്ലേ പഴയ കാലം. ഇന്ന് ഹയാത്തിലുള്ള 3 പേര് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരിട്ട് സാന്നിധ്യം അനുഭവിച്ച അത്ഭുതം ഈ വിനീതനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തൽക്കാലം കടക്കുന്നില്ല. അള്ളാഹു നമുക്കും തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഇമാമെ അഹ്ലുസുന്ന അഹ്മദ് റിളാ ഖാൻ ബറൈലി റളിയല്ലാഹു അൻഹു ഒരു സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയത്ത് അവിടുന്ന് അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നിങ്ങനെ 3 തവണ ഉറച്ച്, സാധാരണ പതുക്കെയല്ലേ പറയാറുള്ളത്, ഇത് ഉറച്ചിങ്ങനെ ശബ്ദത്തിൽ പറയുന്നു. നിസ്കാരം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ തങ്ങളോടും അവിടുത്തെ തിൽമീദുകൾ, അവിടുത്തെ ശിഷ്യന്മാർ, അവിടുത്തെ മുരീദുമാർ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല തങ്ങളെ, നിങ്ങൾ നിസ്കാരത്തിൽ, ഇന്ന് സുബ്ഹി നിസ്കാരത്തിൽ 3 തവണ അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു നബി തങ്ങൾക്ക് സലാം പറയുന്നത് ഉറച്ചാണല്ലോ പറഞ്ഞത്, എന്താണ് കാരണം? ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, മക്കളെ, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എപ്പോൾ നിസ്കാരത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞാലും നബി തങ്ങൾ മടക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഞാൻ പറഞ്ഞത് കേട്ടോ? ഇല്ലേ? ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തഹിയാത്തിൽ സലാം പറയുമ്പോൾ മുത്തുനബി തങ്ങൾ മടക്കുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഇന്നത്തെ സുബഹിസ്കാരത്തിൽ കേട്ടില്ല. ഞാൻ 3 തവണ എടുത്തു പറഞ്ഞതാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, അതിനൊരു കാരണമുണ്ട്. എല്ലാ ദിവസവും ഞാൻ രാത്രി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വരി നാത്തെ ഷരീഫ്, അവിടുത്തെ മദ്ഹ് ഞാൻ 2 വരി എഴുതാറുണ്ട്. പക്ഷെ ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല. ഒരു മൗലായെ ഉറച്ച് ചെല്ലാൻ പറയുമ്പോൾ നമുക്ക് മടിയാണ്. ഒരു ഇന്ന ബൈത്തൻ അന്ത സാക്കിനുഹു ചെല്ലാൻ മടിയാണ്. ചരിത്രത്തിൽ കാണാം 200 മാദ്ഹ്യങ്ങൾ റസൂലുള്ളാഹിൻ്റെ പാട്ട് പാടുന്ന കവികൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നു. വലിയ ഇഷ്ടമാണ്. ഇത് പ്രണയത്തിൻ്റെ ലോകമാണ്. പ്രേമം കൊണ്ട് മാത്രം ജീവിച്ച് മരിച്ചവരാണ് മുഴുവൻ ആളുകളും. ബാക്കിയൊക്കെ സൈഡാണ്. സ്വഹാബികൾ മാത്രമല്ല, പ്രവാചകന്മാരുൾപ്പെടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് എല്ലാ ദിവസവും എഴുതുമായിരുന്നു. ഇന്നലെ എഴുതാൻ സമയം കിട്ടിയില്ല. മൊബൈൽ നോക്കി കുത്തിയിരുന്നല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതല്ല, ഉറങ്ങിപ്പോയതല്ല. ബിദ്അത്തുകാർ, പുത്തൻവാദികൾ, ദീനിനെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസറിനേക്കാളും കൊറോണയെക്കാളും വലിയ വൈറസായ, കാരണം എന്താ, അത് കടന്നുപോയാൽ പിന്നെ എത്ര വലിയ ദായി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ചെറിയ വെറുപ്പ്, മഹബത്താണെന്നാ പറയുക, വാസ്തവത്തിൽ ഒന്നാം തന്നെ വെറുപ്പാണ്. അങ്ങനെയാണല്ലോ. മക്കയിൽ മുശ്രിക്കീങ്ങളും മദീനയിൽ മുനാഫിക്കങ്ങളുമാണ്. മക്കയിൽ ഒന്നാം തരം മുശ്രിക്കീങ്ങളാണ്, മദീനയിൽ മുനാഫിക്കങ്ങളാണ്. കൂടെ നിൽക്കും, നിസ്കരിക്കും, എല്ലാം ചെയ്യും. എല്ലാം ഞാൻ ഓക്കെയാണ്. ഞാനുണ്ട് ഹബീബ്, നിങ്ങൾ വയ്ക്കോ, ഞാനുണ്ട്. ഞാൻ SYSനോടൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഞാനത് പുറത്ത് പറയാത്തതാണ്. ഇതൊക്കെ പറയും. സുബ്ഹാനല്ലാഹ്, വൈകുന്നേരം പോയിട്ട് ഒരു പ്രഭാത പ്രദോഷത്തിൽ നമ്മളോടൊപ്പം കിട്ടിയിട്ടില്ല. മാത്രമല്ല, അപ്പുറത്ത് മാറിയിട്ട് അപ്പുറത്തെ ചുവരിൻ്റെ അപ്പുറത്തുള്ള ഏതൊക്കെയോ ആളുകളുണ്ട്, അവരോട് പോയിട്ട് ഇല്ല കഥയുണ്ടോ, കുറേ എണ്ണം ഇങ്ങനെ അല്ലേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചുറ്റി നടക്കാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളാലോചിച്ച് നോക്കിയേ, ഒന്നാം തരം പച്ച നിഫാഖല്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സ് മദീനത്തെ പള്ളിയിൽ. എന്തായിരിക്കും ആ സദസ്സ്? അള്ളാഹു സ്വർഗത്തിൽ പങ്കെടുക്കാൻ തൗഫീഖ് തരട്ടെ. സദസ്സിൽ ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഒരു പച്ച മുനാഫിക്ക് ഉണ്ടായിരുന്നു. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാം നമ്മൾ അങ്ങ് എസ്കേപ്പ്. ഇപ്പോൾ ഫോൺ ഉണ്ടായത് വലിയ റാഹത്താണ്. ഇപ്പോൾ ഈ സലാമത്തിൻ്റെ ഒരു ബാബ, ഇത് ഫോണേ
സ്വിച്ച് ഓഫ് ആയിരിക്കും. ഹലോ ഹലോ കേൾക്കുന്നില്ല, ഹലോ 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 പോവാ. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും ഫോൺ അത്യാവശ്യം വന്ന് പുറത്തോട്ട് പോയതൊന്നുമല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരിടത്തു നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഫോൺ ഇങ്ങനെ ചോദിച്ചാലും എല്ലാം അങ്ങ് പോവാം. അപ്പോൾ പിന്നെ ഫോൺ വന്നാൽ പറയും എന്തോ ആട്ടെ. ഈ ചങ്ങായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ സദസ്സിൽ പറഞ്ഞ എന്തോ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യോജിപ്പ് വന്നില്ല. കൽബിലൊരു ചെറിയ ദേഷ്യം വന്നുപോയി. ഈ മനുഷ്യൻ ആ സ്വർഗസമാനമായ സദസ്സിൽ നിന്ന് എഴുന്നേറ്റു, അങ്ങ് പുറത്തുപോയി. തുച്ഛമായ നാളുകൾക്കുള്ളിൽ ആള് ജൂതനായിപ്പോയി എന്ന് മാത്രമല്ല, ജൂതന്മാരുടെ തറവാട്ടിൽ തന്ന് കയറി അവിടെ നിന്ന് വിവാഹം കഴിച്ചു. അവസാന ചങ്ങായി ചത്തുപോയി. എന്നിട്ട് ഈ മനുഷ്യനെ കൊണ്ടുപോയി അടക്കി അവർ കുഴിച്ചിട്ടു. ജൂതന്മാരൊക്കെ കുഴിച്ചിട്ടു. അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു. അടുത്ത പ്രഭാതത്തിൽ നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, മണ്ണിൻ്റെ മുകളിൽ വലിച്ചെറിയപ്പെട്ടതുപോലെ കിടക്കുകയാണ് ഈ മുനാഫിഖ്. യാ റബ്ബി യാ അല്ലാഹ്, നിങ്ങളെന്താ വിചാരിച്ചത്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വെറുപ്പ് വെച്ചവന് ഭൂമിക്ക് വേണ്ട. മലം, പച്ച മലം തിന്നുന്ന ഭൂമി, മൂത്രം കുടിക്കുന്ന ഭൂമി, കാഷ്ടം കുടിച്ച് പെട്ടെന്നതേ ഒരു മനുഷ്യൻ. എപ്പോഴാണ് ബാത്റൂമൊക്കെ ഉണ്ടായത്? എപ്പോഴാണ് ബാത്റൂം ഉണ്ടായത്? മുമ്പൊക്കെ നമ്മൾ പറയുന്നത് വെളിക്കിരിക്കുക എന്നാണ്. ഏതോ പറമ്പിൽ പോയി ഒറ്റയ്ക്കിരുന്ന് അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഭൂമി പെട്ടെന്ന് വിഴുങ്ങും, അതങ്ങ് ഉണങ്ങും, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ റസൂലുള്ളാഹിനോട് വെറുപ്പ് വച്ച ഒരു പുത്തൻവാദി, ഒരു മുനാഫിഖ്, ആ മുനാഫിഖിന് ഭൂമിക്ക് വേണ്ട. മലം തിന്നുന്ന ഭൂമിക്ക് പച്ച വഹാബി മുനാഫിഖിന് വേണ്ട. ഒന്നും കൂടെ അപ്പുറത്തൊരു കുഴിയെടുത്ത് കുഴിച്ചിട്ടു. ചിലപ്പോൾ വേറെ എന്തെങ്കിലും സംഭവിച്ചാണെന്ന് വിചാരിച്ച്. സുബ്ഹാനല്ലാഹ്. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പം പിന്നെയും പുറത്ത്. 3 തവണ കുഴിച്ചിട്ടു, 3 ദിവസം പുറത്ത്. അവസാനം ഈ മനുഷ്യനെ അവിടെയുള്ള കള്ളിമുൾ ചെടികളുടെ ഇടയിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. നിവർത്തിയില്ല, വേസ്റ്റ് എറിയുന്നത് പോലെ. എന്താണ് ചെയ്തത്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇത്രയേ സംഭവിച്ചുള്ളൂ. അവൻ്റെ അവസ്ഥ കണ്ടോ മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. സുന്നത്ത് ജമാഅത്തിൻ്റെ ഇഅ്തിഖാദിൽ ഒരു സംശയം, ഒരംശം, ഒരു സെക്കൻഡ് നേരത്തേക്ക് ഉണ്ടാകാതെ നോക്കണം. അതിനാണ് നമ്മുടെ ഉലമാക്കൾ രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്നത്. അല്ലാതെ അവരുടെ കീശക്കെല്ലാം അവരുടെ കുടുംബത്തിനെല്ലാം ഒരു മുഅ്മിനെങ്കിലും രക്ഷപ്പെടുത്താനുള്ള വല്ലാത്ത ത്യാഗമനസ്സുള്ള ആലിമീങ്ങളാണ്. താജുല്ലമ നെഞ്ചു വിരിച്ച് നിന്നതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നു അല്ലേ? നിങ്ങളിവിടെ ഇരിക്കുന്നു. കാരണം അവരൊക്കെ ഒന്നും കണ്ടതല്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ആരില്ലായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ചരിത്രങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശത്തും ഓരോ സമൂഹത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ആ സുരക്ഷിത സ്ഥാനത്ത് നമുക്കൊരു മെമ്പർഷിപ്പ് ഉണ്ടാകണം. അത് അള്ളാഹു നൽകുന്ന തൗഫീഖാണ്. അള്ളാഹു സെലക്ട് ചെയ്യുന്നവരാണ്. എന്ത് റാഹത്താണ് ഇപ്പം നമ്മുടെ മനസ്സ് പറയുന്നത് ആരെക്കുറിച്ചാണ്? അംദഉം മുന്നം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ചൊല്ല്, മദീനത്തങ്ങ് ചെല്ലട്ടെ. അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അതാ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, ഇവിടെ എപ്പോഴും കൂടെയുണ്ട്, പരലോകത്തിൽ വരുമ്പോൾ നബിയേ ഞാൻ എവിടെയാണ് അങ്ങേ തിരയേണ്ടത്? വല്ലാത്തൊരു ചോദ്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, മോനെ, ഞാൻ നന്മ തിന്മകൾ തൂക്കുന്ന മീസാൻ്റെ അടുത്തുണ്ടാവും, അവിടെ നോക്കിയാൽ മതി. ഇതെന്താ അറിയോ? ഇത് എവിടെയൊക്കെയാണ് മുഅ്മിനീങ്ങൾ ആകെ പരിഭ്രമിക്കുന്നത്, അവിടെയൊക്കെ കാവൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മൂപ്പർക്ക് വേജാറ് അങ്ങനാണല്ലോ. പിന്നെ ചോദിച്ചു, ചിലപ്പോൾ അവിടെ കണ്ടില്ലെങ്കിലോ? ഞാനിവിടെ ഓടിപ്പടച്ച് ഈ പറഞ്ഞ തുലാസിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ കണ്ടില്ലെങ്കിലോ? ഉടൻ പറഞ്ഞു, മോനെ, എന്നാൽ പിന്നെ ഞാൻ ഹൗദിൻ്റെ അടുത്തുണ്ടാവും, ഹൗദുൽ കൗസറിൻ്റെ അടുത്തുണ്ടാകും. ചിലപ്പോഴെങ്ങാണ് അവിടെ കണ്ടില്ലെങ്കിലോ? മൂന്നാമത്തെ ചോദ്യം, മുഅ്മിനീങ്ങളെ, ഈമാനുള്ള മഹബത്തുള്ള ഹൃദയത്തിൽ നബി തങ്ങളോട് സ്നേഹമുള്ളവരുടെ കൽബിൽ ഒന്ന് ചലനം സൃഷ്ടിക്കാനുള്ള മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്.
ഞാൻ സിറാത്തിൻ്റെ അടുത്തുണ്ടാകും, സിറാത്ത് പാലത്തിൻ്റെ അടുത്തുണ്ടാകും. ഈ പറയപ്പെട്ട ഒരു ഘട്ടത്തിലും ഒരു ഉമ്മയും ഒരു വാപ്പയും ഒരു മകനെയും തിരിഞ്ഞു നോക്കൂല, ഒരു മക്കളും വാപ്പാനെ തിരിഞ്ഞു നോക്കൂല, ഒരു ഭർത്താവും ഭാര്യയെ കണ്ടാൽ തിരിച്ചറിയൂല, ഒരു ഭാര്യയും ഒരു ഭർത്താവിനെയും തിരിച്ചറിയൂല. കാരണം അവരുടെ മരണമില്ലാത്ത ജീവിതത്തിൻ്റെ നിർണയ പ്രവർത്തനങ്ങളുടെ ചലനങ്ങളാണ് അവിടെ നടക്കുന്നത്. അതേ നന്മതിന്മകൾ തൂക്കുമ്പോൾ പടച്ചവനെ എല്ലാം മറക്കുകയാണ്. ദുനിയാവിൽ തന്നെ മറന്നില്ലേ മനുഷ്യന്മാരെ? എത്ര പറയാനുണ്ട്. ഒരു കൊറോണ തന്നെ എത്ര പാഠം നമ്മളെ പഠിപ്പിച്ചു. ഉമ്മ എടുക്കുന്നില്ല, വാപ്പ എടുക്കുന്നില്ല, ശരീരം പങ്കുവച്ച പ്രിയപ്പെട്ട പ്രാണപ്രയസി ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്ന ഡേറ്റ് നോക്കി ഓടിപ്പോവുകയാണ്. കൊറോണയെ പഠിച്ചിരുന്ന ഒരു കാലത്ത് നമ്മൾ ഒരുപാട് ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്തില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സമയത്ത് ഈ വിഷയം പല സദസ്സിലും പറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സിറാത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഓരോ മുഅ്മിനായ മനുഷ്യനിങ്ങനെ സിറാത്ത് കടക്കുമ്പോൾ ആ രംഗമൊന്ന് മനസ്സിൽ വരട്ടെ മുഹിബ്ബീങ്ങളെ, SYS-കാരെ, SSF-കാരെ, നമുക്കൊക്കെ വലിയ തണലും തണുപ്പും ധൈര്യവും സ്ഥൈര്യവും തരുന്ന പ്രിയപ്പെട്ട ഉപ്പമാരും ജ്യേഷ്ഠ സഹോദരന്മാരുമാകുന്ന മുസ്ലിം ജമാഅത്തിൻ്റെ ഉപ്പമാരെ, സഹോദരങ്ങളെ, ആ രംഗമൊന്ന് ഇമേജിൻ ചെയ്യൂ. ഒരു സിറാത്ത്, അപ്പുറത്തല്ല നബിതങ്ങൾ നിൽക്കുന്നത്, കയറുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. ഉമ്മയും ഉപ്പയും എങ്ങനെയെങ്കിലും കഴിച്ചിലാവണം, രക്ഷപ്പെടണമെന്ന രൂപത്തിലാണ് നടന്നു പോകുന്നത്. അവിടെ എങ്ങും ആരും ഓർക്കൂല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുമ്പോൾ ഈ സാധുവായ ഉമ്മത്തിൽപ്പെട്ട ഞാനാകുന്ന മെമ്പറങ്ങ് പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ സിറാത്തിലേക്ക് അങ്ങ് കാൽ വെക്കുമ്പോൾ പെടയുന്നൊരു ഹൃദയമുണ്ട്. അവിടെ നിന്നുകൊണ്ട് മുത്തു റസൂൽ പറയുകയാണ്, അല്ലാഹുമ്മ സല്ലി, അല്ലാഹുമ്മ സല്ലി, അല്ലാഹുവേ ഈ മനുഷ്യനെ നീ രക്ഷപ്പെടുത്ത റബ്ബേ, കാൽ വഴുതി പോകല്ല റബ്ബേ, നരകത്തിലേക്കാണ് വീഴുന്നത്. ഒരൊറ്റ ഹൃദയമാണ് നൊമ്പരപ്പെടുന്നത്. അത് നമ്മുടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ഹബീബിനോട് ഹുബ്ബില്ലാത്തവന് പിന്നെന്ത് സ്ഥാനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? പറഞ്ഞാൽ തീരാത്ത അത്ഭുതമാണ്. ഹദീസിൽ കാണാം, എല്ലാ അമ്പിയാക്കന്മാർക്കും മനോഹരമായ മിമ്പറുകളുണ്ട്, സിംഹാസനങ്ങളുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിംഹാസനത്തിൻ്റെ മധുരവും മാധുര്യവും മനോഹാരിത എത്രയായിരിക്കും? സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും അവിടെ വന്നിരിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകർക്ക് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാർക്കും അവർക്ക് കൊടുത്ത സീറ്റിൽ ഓരോരുക്കുണ്ടല്ലോ അങ്ങനെ സീറ്റ്, അല്ല ഓരോരോ പവർ കാണുമ്പോൾ പറയാം, സീറ്റ് കാണുമ്പോൾ പറയാം. അള്ളാഹു വലിയ ഹാക്കിമല്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ്റ് കാണുമ്പോൾ പിന്നെ ആരോട് ചോദിക്കണ്ട, ഇത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സീറ്റാണെന്നറിയാം. നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പറയാണ്, യാ റബ്ബി യാ അല്ലാഹ് ലാ അജ്ലിസു അലൈഹി, ഞാനവിടെ ഇരിക്കൂല റബ്ബേ, എനിക്ക് കുറച്ച് പണിയുണ്ട്, കുറച്ച് ജോലിയുണ്ട്. എൻ്റെ സമുദായത്തിൽപ്പെട്ട പല ആളുകളും വിഷമത്തിലാണ്, അവരുടെ കാര്യത്തിൽ പരിഹാരമില്ലാതെ എനിക്ക് ആ സിംഹാസനത്തിലിരിക്കാൻ കഴിയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നേടിയതെല്ലാം മഹബത്ത് കൊണ്ടാണ്. കടന്നു പോകുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയുകയാണ്, ഇന്നലത്തെ ആ കവിത എഴുതാൻ എനിക്ക് സമയം കിട്ടിയില്ല. കണക്ഷൻ കിട്ടിയോ? ആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാം പറയുന്ന സമയം സലാം അടക്കും. പക്ഷേ ഇന്ന് സുബൈക്ക് മടക്കത് കേട്ടില്ല. ഞാൻ അതാണ് ബേജാറായി ഉറച്ച് പറഞ്ഞു പോയത്. കാരണം എന്താ? ഇന്നലെ ഞാൻ എഴുത്തെഴുതിയില്ല, റസൂലുള്ളാഹിന്റെ മൗലിദ് എഴുതിയില്ല, മദ്ഹ് എഴുതിയില്ല. അവിടുന്ന് നമ്മളങ്ങോട്ട് 200 കവികളുണ്ടായിരുന്നു പറഞ്ഞങ്ങനെ പോയത്. ബഹുമാനപ്പെട്ടവർ കണ്ണുനീരോട് പറയുന്നു, ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയതല്ല മക്കളെ, ഇന്നലെ എനിക്ക് ബിദ്അത്തുകാരുമായിട്ടുള്ള പോരാട്ടത്തിൽ എനിക്ക് അവർക്ക് റദ്ദെഴുതാനുണ്ടായിരുന്നു, അവർക്കൊരു മറുപടി കിതാബ് എഴുതാനുണ്ടായിരുന്നു. ആ കിതാബ് എഴുതി തീർന്നപ്പോൾ സമയം ഒരുപാടായിപ്പോയി. യാ റബ്ബി യാ അല്ലാഹ്, എത്ര പവറുള്ള മഹാനാണ് അവർ. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കൽബ് വെളിച്ചമാക്കി തരട്ടെ. വലിയ ആശിക്കാണ്. ഞാൻ പറയുന്നത് എല്ലാവരും നേടിയത് മഹബത്ത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട തഫ്താസാനി ഇമാം റളിയല്ലാഹു തആല അൻഹു, അതിൽ മുമ്പ് പറഞ്ഞ് അല്ലേ, മറന്നുപോയോ? അവരും നേടിയത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പകാലത്തിൽ തൻ്റെ പ്രിയപ്പെട്ട സഹപാഠികൾ മന്ദബുദ്ധി എന്ന് വിളിച്ചിരുന്നൊരവസ്ഥ, ഒരു സൈഡിൽ ഒതുങ്ങിയ അവസ്ഥ. പക്ഷേ എന്തുണ്ടായിരുന്നു തഫ്താസാനി ഇമാമിൻ്റെ കയ്യിൽ?
മഹബ്ബത്തുണ്ടായിരുന്നു, റസൂലുള്ളാഹിനോട് സ്നേഹമായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവരെ സൂക്ഷിക്കണം കേട്ടോ. സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവരെ വാക്ക് സൂക്ഷിച്ചോളണം, അവരെ വെറുപ്പ് സൂക്ഷിച്ചോളണം. പവറാണ് മനുഷ്യന്മാരെ, അതിനേക്കാൾ വലിയൊരു പവർ കിട്ടാനില്ല. അല്ലാഹു തആല സ്വലാത്ത് കൊണ്ട് നാവ് പച്ചയാകുന്ന നാവും മധുരിക്കുന്ന കൽബും അല്ലാഹു നൽകുമാറാകട്ടെ. ഒരു സായാഹ്ന സമയം ഒന്നും മനസ്സിലാകാത്ത, ഒന്നും തിരിയാത്ത ഈ തഫ്താസാനി ഇമാം സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ അതാ ഒരു വൈകുന്നേര സമയം കുട്ടികളൊക്കെ പുറത്ത് കളിക്കാൻ പോയി, നടക്കാൻ പോയി, ചിരിക്കാൻ പോയി, പുറത്തിറങ്ങി. മൂപ്പരങ്ങനെ പോകാറില്ല, അവിടെ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കും. ആ സമയത്ത് ഒരാളിങ്ങനെ കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യദഊക റസൂലുള്ളാഹ്, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കാണാം എന്നത് പറഞ്ഞ് നമ്മൾ അവിടെ അങ്ങോട്ട് ടേൺ ചെയ്തതാണ്. 3 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ആവട്ടെ, യദഊക റസൂലുള്ളാഹ്, 700 വർഷങ്ങൾക്ക് മുമ്പ്, 7 നൂറ്റാണ്ടിന് മുമ്പ് വഫാത്തായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ട്, പുറത്ത് കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ടവരത്ര മൈൻഡ് കൊടുത്തില്ല, പറഞ്ഞല്ല. അതെന്തോ ഒരു ഗഫലത്തിൽ ആരോ പറഞ്ഞതായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. കാരണം അത്ഭുതവും അവിശ്വസനീയവുമായ വിഷയമല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത് അതേയോ ആളുകൾ വലിയ മഹാപണ്ഡിതന്മാരായി, ഉസ്താദുമാരെ പൊരുത്തം കൊണ്ടും വിനയം കൊണ്ടും ഏതോ മഹാൻ്റെ ദുആ കൊണ്ടും മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടും അങ്ങനെ ഒരുപാട് പേരെ ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റും. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, തങ്ങളെ എനിക്കൊന്നും പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പം പറഞ്ഞു, മോനെ നിൻ്റെ വായൊന്ന് തുറക്ക്, നാക്കൊന്ന് നീട്ട്, നിൻ്റെ നാവൊന്ന് വായൊന്ന് തുറന്ന് നാവൊന്ന് നീട്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ നാവിലേക്ക് വായിലേക്ക് അങ്ങ് തുപ്പിക്കൊടുക്കുകയാണ്. ഇറക്കിക്കോളാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ ദർസിലേക്ക് കടന്നുപോയി. ശജറാത്തുൽ ദഹബ് ഫീ അഖ്ബാരി മൻ ദഹബ എന്ന കിതാബിലാണ് ഈ വിഷയമുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. അതാ അടുത്ത ദിവസം ദർസ് തുടങ്ങി. പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടാത്തൊരു ചോദ്യം ഉസ്താദ് അവറുകൾ ചോദിക്കുന്നു. മിടുക്കന്മാരായ നല്ല കുട്ടികൾ അവിടെയുണ്ട്, ആർക്കും മറുപടി കിട്ടുന്നില്ല. ഞാനങ്ങ് പറയട്ടെ ഉസ്താദേ, എന്നെ അനുവദിക്കുവോ? സയദല്ലേ, എന്താ മോനെ, നീ എന്താ പറയാൻ പോകുന്നത്? സദസ്സ് തന്നെ ചിരിച്ചുപോയി. ബാക്കിയുള്ള മുത്തൈലിങ്ങളൊക്കെ കാരണം വലിയ കാര്യപ്പെട്ട മുതലുകൾ അവിടെ ഉണ്ട്, 1ാം സഫിൽ ആളുകൾ, ഇതൊക്കെ ലാസ്റ്റ് ബെഞ്ചാണ്. അപ്പോൾ ചിരിച്ചുപോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പരിചയമുള്ള സൗണ്ട്. സായദ് പൊട്ടൻ എന്ത് പറയാൻ പോകുന്നു? കുറച്ചോനെ മഹാനൂറുകൾ എഴുന്നേറ്റെന്ന് കൃത്യമായ മറുപടി അങ്ങ് പറഞ്ഞു. ഉസ്താദിനൊരു ആവേശമായി പോയി. ഉസ്താദ് അതിനേക്കാളും കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ 2ാമത് ഇട്ട് കൊടുത്തു. അപ്പോഴും പറഞ്ഞു, ഞാൻ പറയാം. 3ാമത് വളരെ ചിന്തിച്ചിട്ടല്ലാതെ കിട്ടാത്ത ഒരു ക്വസ്റ്റ്യൻ 3ാമതങ്ങ് പറയുമ്പോൾ മഹാനവറുകൾ നല്ല പച്ചവെള്ളം പോലെ അതിന് മറുപടി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉസ്താദിങ്ങ് വിളിച്ചു, മോനെ എനിക്ക് വല്ലാത്ത അത്ഭുതമാണ്, എനിക്ക് രോമാഞ്ചമാണ്, നിനക്കെന്തോ കാര്യമായിട്ടൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്, എന്നോട് പറയാൻ മടിക്കണ്ട. ബഹുമാനപ്പെട്ടവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആശീർവദിച്ചതും തുപ്പിക്കൊടുത്തതും പറഞ്ഞു. ഇന്ന് സഅദുദ്ദീൻ തഫ്താസാനി ഇമാമില്ലാത്ത ദർസില്ല, ഒരു കോളേജുമില്ല, ഒരു ബിരുദാനന്തര ബിരുദ ഇടവുമില്ല. എല്ലാ ഫന്നിലും അല്ലാഹു തആല പ്രത്യേകമായ കഴിവ് കൊടുത്തു. കിട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ ഇങ്ങോട്ട് ഏത് ഇമാമിങ്ങളെ പരിശോധിച്ചാലും ഇഷ്കാണ് അവരുടെ കൈ മുതൽ. മൂലധനം ഇഷ്കാണ്, ബാക്കിയൊക്കെ സൈഡാണ്. മൂലധനം മഹബത്താണ്. ഏത് ഇമാമിങ്ങളെ പരിശോധിച്ചാലും കാരണം വലിയ അമലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ആദ്യമായി പ്രഖ്യാപനം നടത്തുന്ന സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ബിസിനസ്സിന് പോയതാണ്. ഒരു കച്ചവടത്തിന് പോയ, ഞാൻ ചുരുക്കാം, അടുത്ത മഴയ്ക്കുമ്പോൾ വീട് പിടിക്കണ്ടേ, ഇപ്പോൾ ഒന്ന് ചാറിയിട്ടുള്ളത് സമയം. നൗഷാദ് ഖാനോട് പറഞ്ഞാൽ ഒന്ന് തട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ
അള്ളാഹു അവർക്ക് ചെയ്യട്ടെ. അള്ളാഹു അത്ര നല്ല ഉസ്താദന്മാരാണ്. നമുക്കൊക്കെ അവർ ദ്വാരം നേരാനും നമുക്ക് പ്രോത്സാഹനം തരാനും നമ്മുടെ സദസ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും നമ്മുടെ മുന്നിലുള്ളപ്പോൾ അൽഹംദുലില്ലാ വലിയ നേതാക്കന്മാരാണ്, എത്രയോ ത്യാഗം ചെയ്തവരാണ്. അള്ളാഹു ഒരുപാട് കാലം അവരുടെയൊക്കെ നേതൃത്വം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബിസിനസ് കച്ചവടത്തിന് പോയതാണ്. അല്ല, കച്ചവടക്കാരനായിരുന്നു. ഭയങ്കര മഹത്തുള്ള മഹാനാണ് അബൂബക്കർ തങ്ങൾ. കാരണം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് 360 ബിംബം ഉണ്ടായിരുന്നു കഅബയുടെ ഉള്ളിലും പുറത്തുമായിട്ട്. ഒരൊറ്റ ഒരെണ്ണത്തിന് മുമ്പിൽ കുനിഞ്ഞിട്ടില്ല. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു അശ്ലീലതയും ചെയ്തിട്ടില്ല. മാന്യനായിരുന്നു അബൂബക്കർ. ഭയങ്കര മാന്യതയുടെ മുഖം മുമ്പേ ഉണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഒരു കച്ചവടത്തിന് പോയതാണ്. ആ സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നമെന്നറിയുമോ? അതാ നല്ല ഇരുട്ടുള്ള സമയത്തൊരു ചന്ദ്രനങ്ങ് ഉദിച്ചു. നല്ല പ്രകാശം, നല്ല തിളക്കം. എന്നിട്ട് ആ ചന്ദ്രനങ്ങ് കഷണങ്ങളാവുകയാണ്, പീസാവുകയാണ്. മക്കയിലുള്ള ഓരോ വീടിലേക്കും ഓരോ വീട്ടിൻ്റെ ഉള്ളിലേക്കും ഓരോ കഷ്ണം ഇങ്ങനെ പോയി വീഴുകയാണ്. അതിൽ ഒരു കഷണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിലങ്ങ് വന്ന് വീഴുകയാണ്. ബഹുമാനപ്പെട്ടവർ അതിനിങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണ് വലിയ സന്തോഷത്തിലും. ആ ഇണക്കി അങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന സമയം ബഹുമാനപ്പെട്ടവരങ്ങ് കണ്ണു തുറന്നു. ഇതൊരു സാധാരണ സ്വപ്നമല്ല എന്ന് മനസ്സിലായി. അന്നത്തെ കാലത്ത് തഅബീറിന്, സ്വപ്ന വ്യാഖ്യാനത്തിനൊക്കെ വലിയ സാധ്യതകളുള്ള സമയമാണ്. പ്രത്യേകിച്ച് അന്നത്തെ ജൂത പുരോഹിതന്മാരൊക്കെ വളരെ കൃത്യമായ ചില രേഖകൾ കൊണ്ടൊക്കെ വളരെ കൃത്യമായ തഅബീറുകൾ, സ്വപ്ന വ്യാഖ്യാനങ്ങളൊക്കെ പറയാൻ മിടുക്കരായിരുന്നു. കാരണം അവർക്കറിയാം അവസാനത്തൊരു പ്രവാചകൻ വരും. അവർ വേദങ്ങൾ, പൂർവ്വവേദങ്ങളിൽ അന്ന് കിസ്മത്തൊന്നും കാണിച്ചിട്ടില്ലല്ലോ, പഴയതും പുതിയൊന്നുമില്ല. അന്ന് വളരെ അത്യാവശ്യം മോശമില്ലാത്ത സാധനമായിരുന്നു കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ കാത്തിരുന്നതും. കുടുംബസമേതം വന്ന് താമസിച്ച ചരിത്രമൊക്കെ ഉണ്ട് യൂതന്മാർ കൂടെ കൂടാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. ആവട്ടെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദയത്തെക്കുറിച്ച് ഒരു സൂചനയാണിത്. അപ്പോൾ ഒരു ജൂത പണ്ഡിതൻ്റെ അടുത്ത് നിന്ന് സ്വപ്നം പറഞ്ഞു, എന്താണ് ഇതിൻ്റെ തഅബീർ, ഇതിൻ്റെ വ്യാഖ്യാനം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവസാനത്തെ പ്രവാചകനിതാ ഉദയം ചെയ്യുകയാണ്. ഉദയം ചെയ്യുന്നതിൻ്റെ അടയാളമാണ്. നിങ്ങൾ ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കും. അബൂബക്കറെ, ബഹുമാനപ്പെട്ടവർ നാട്ടിലേക്ക് തിരിച്ചുപോയി. വഴിയിൽ വെച്ചൊരു പഹയനെ കാണുന്നു, അബൂജഹൽ. അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേര് അബ്ദുൽ ഖൈബ എന്നാണ്. അന്ന് അബൂബക്കർ തങ്ങളായിട്ടില്ല, സിദ്ദീഖും ആയിട്ടില്ല. അബ്ദുൽ ഖൈബ, അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേര്. ബഹുമാനപ്പെട്ടവർ അതേ വഴിയിൽ വെച്ച് അബൂജഹലിനെ കാണുന്നു. അബൂജഹൽ ചോദിക്കുന്നു, അല്ല അബൂബക്കറെ, വിവരം വല്ലത് പറഞ്ഞോ? എന്താ അബൂജഹലെ, നിന്റെ കൂട്ടുകാരനില്ലേ, വലിയൊരു കൂട്ടുകാരൻ, വലിയൊരു തുണക്കാരൻ, വലിയ പരിചയക്കാരൻ, ആ ഖുറൈശി ഹാഷിമി തറവാട്ടിലെ അദ്ദേഹം പറയാണ്, മൂപ്പര് പ്രവാചകനാണ് പോൽ. അബ്ദുള്ളയുടെ ആമിനയുടെ മകൻ പറയുന്നു, അദ്ദേഹത്തിന് റിസാലത്ത് കിട്ടിപ്പോയി, അദ്ദേഹം അല്ലാഹുവിൻ്റെ പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കോമഡി നടക്കുകയാണ്, നീ അങ്ങോട്ട് ചെല്ലെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ പരിഹസിച്ചു പോയി. മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? ആര് ചോദിച്ചു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതേ പറഞ്ഞു. കാരണം മൂപ്പര് വിചാരിച്ചു ഒന്നും കൂടെ കളിയാക്കാൻ കൂടാനാന്ന് വിചാരിച്ചിട്ട് തറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ വീട്ടിലേക്ക് ചെന്നു. നല്ലതുപോലൊന്ന് കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രം ധരിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നു. യാ മുഹമ്മദു, അല്ലയോ മുഹമ്മദ് എന്നവരെ, ഇങ്ങനൊരു വാർത്ത കേട്ടല്ലോ, നിങ്ങൾ പ്രവാചകനാണ് എന്ന്. അള്ളാഹുവിൻ്റെ പ്രബോധന ദൗത്യത്തിന് നിങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു എന്നൊരു വാർത്ത കേട്ടല്ലോ. എന്താണ് അതിൻ്റെ വസ്തുത? അതേ, അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് അബൂബക്കറെ. എനിക്ക് അല്ലാഹു തആല ദിവ്യ സന്ദേശം നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ടവർ കലിമ പറഞ്ഞങ്ങ് സ്വീകരിക്കുകയാണ്. അവരുടെ മഹബത്ത് കേൾക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അല്ലയോ നബി തങ്ങളെ, അല്ലയോ ഹബീബായ നബിയെ, എൻ്റെ വാപ്പ അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കും.
ഇസ്ലാം സ്വീകരിക്കുന്നതാണ്. സ്വന്തം വാപ്പ, ആ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാളും എനിക്കിഷ്ടം അങ്ങയുടെ ഇളാപ്പ അബൂ ത്വാലിബ് മുസ്ലിമാകുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വല്ലാത്ത ആശ്ചര്യത്തോടെ, എന്താണ് അബൂബക്കറെ പോകുന്നത്? നിങ്ങളുടെ ഉപ്പയല്ലേ അബൂ ഖുഹാഫ മുസ്ലിമാകുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷം വേണ്ടേ? നബിയേ, എൻ്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ അങ്ങയുടെ ഇഷ്ടം ബഹുമാനപ്പെട്ട അബൂ താലിബ്, അതെ നിങ്ങൾ വലിയ ആദരിക്കുന്ന അബൂ താലിബ്, ആ അബൂ താലിബ് മുസ്ലിമാകുന്നതല്ലേ അങ്ങക്കിഷ്ടം എൻ്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ. അതുകൊണ്ട് അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം നബിയേ. എത്രയാണ് മഹബത്ത്, എത്രയാണ് കൽബിലുള്ള മഹബത്ത്, എത്രയാണ് ആദരവ് മുഅ്മിനീങ്ങളെ, പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് നേടിയവരെല്ലാം റസൂലുള്ളാഹിനെ കൊണ്ടാണ്. നമ്മൾ കേവലം ഞാൻ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കേവലം ഒരു മദ്ഹ് പാടി പറഞ്ഞു നടന്നാൽ പോരാ. നബി തങ്ങൾ സ്ത്രീ വിമോചകനാണ്, ശരിയാണ്. നബി തങ്ങൾ അടിമ വിമോചകനാണ്, ശരിയാണ്. നബി തങ്ങൾ വലിയ സംസ്കാരത്തിൻ്റെ വലിയ സോപാനങ്ങളിലെത്തി വലിയ റോൾ മോഡലാണ്, വലിയ യുദ്ധതന്ത്രജ്ഞനാണ്, കുടുംബത്തിന് വലിയ റോൾ മോഡലാണ്. അങ്ങനെ ഒരു മനുഷ്യന് വിജയിക്കാൻ പറ്റിയ എല്ലാ തലങ്ങളിലും ശോഭിക്കുന്ന പ്രകാശമാണ്. പക്ഷേ നമ്മൾ അങ്ങനെയാകരുത്, കേവലം ആ ഒരു മദ്ഹിൽ ഒതുങ്ങിപ്പോകരുത്. നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തവരാണ്. നബിതങ്ങളെ അനുഭവിക്കാൻ കഴിയണം, നബിതങ്ങളെ ടേസ്റ്റ് ചെയ്യാൻ കഴിയണം. അതാണ് മുസ്ലിമീങ്ങൾക്ക്, പ്രത്യേകിച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകർ കിട്ടുന്ന ഭാഗ്യം. പുത്തൻവാദികൾക്കൊരിക്കലും ആ ഭാഗ്യം കിട്ടൂല. കാരണം അവരുടെ പ്രസംഗത്തിൽ വളരെ വാചാലമാകുന്നുണ്ട്. റബീഉൽ അവ്വലാകുമ്പോൾ ചില പോസ്റ്റർ കാണാം, നമ്മൾ വിചാരിക്കും അവരുടെ മതം മാറിയോ മുസ്ലിമായോ എന്ന്. അവരുടെ പുതിയ സാധനം വിട്ടിട്ട് അവരാക്കി മാറ്റി ഇസ്ലാമിലേക്ക് കടന്നു വന്നോ. കാരണം സ്നേഹമുള്ള നബി, മുത്ത് നബി, പ്രവാചക പ്രേമം, പ്രവാചക പ്രണയം. നിങ്ങൾ അവിടെ ചെന്നാൽ മനസ്സിന് ഇതുപോലെ തളിര് കിട്ടൂല, മനസ്സിൽ ഇതുപോലെ കുളിര് കിട്ടൂല. എന്നു മാത്രമല്ല, റസൂലുള്ള വലിയ സംസ്കാര സമ്പന്നനാണ്, വലിയ തറവാട്, വലിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയും, കുറേ ആളുകളുടെ ഉപമകളൊക്കെ പറയും. എന്നിട്ട് അവസാന നബിതങ്ങളെ അടിച്ചങ്ങ് താഴ്ത്തും, എന്നിട്ട് എല്ലാ ലഅനത്തുകളും ഏറ്റുവാങ്ങും. സുബ്ഹാനല്ലാഹ്, അവിടെ വരുന്നതിന് മുമ്പുള്ള ഈമാൻ പോലും തിരിച്ചു പോകുമ്പോൾ തെറിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതിനേക്കാളും വലിയൊരു ദുർമാർഗം വേറെയില്ല ദുനിയാവിൽ. അതിനേക്കാൾ വലിയൊരു ദുർമാർഗം ഒരാൾ സുന്നത്ത് ജമാഅത്തിന്റെ തറവാട്ടിൽ നിന്ന് വെറുതെ നിൽക്കുന്നതാണ്. പക്ഷേ പിന്നങ്ങ് പെട്ടുപോയി, പിന്നെ താടി അങ്ങ് നീട്ടിപ്പോയി, പക്ഷേ മുഖത്തെ വെളിച്ചമങ്ങ് പോയി, മുഖമങ്ങ് കറുത്തുപോയി. പിന്നെ ഇയാൾ വലിയ ഖാദിഖുലാത്താവുകയാണ്. ചിലപ്പോഴോ പാർട്ട്ണർഷിപ്പ്, അതേ ഷെയർ ഹോൾഡർ, എൻ്റെ ബിസിനസ് പാർട്ട്ണർ മുബത്തതിയായി പോയി. കുറേ നാളൊക്കെ പിടിച്ചു നിന്നു. ആദ്യമൊക്കെ വലിയ തർക്കം. ആരാ വന്ന് സമാധാനിപ്പിച്ചത്? പ്രശ്നം ഉണ്ടാക്കല്ലേ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നിങ്ങൾ ആരാധിച്ചതെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അള്ളാഹുവിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. നല്ല ഇടപെടിയിൽ നല്ലൊരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് നടത്തി സമാധാനിപ്പിച്ചു. അവൾ നമ്മൾ മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട്. ഇത് പറയുമ്പോൾ അബൂബക്കർ തങ്ങളുടെ മനസ്സ് അള്ളാഹുവേ വല്ലാതെ തേങ്ങുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന് ശേഷം കുറച്ച് നാളുകൾ മാത്രമാണ് അബൂബക്കർ തങ്ങൾ ജീവിച്ചത്. അവിടുന്ന് വഫാത്തായതിൻ്റെ രോഗകാരണം ചില മഹത്തുക്കൾ പറയുകയാണ്. ഹൃദയം പൊട്ടിയാണ് മരിച്ചത്, ഹൃദയ നൊമ്പരം കൊണ്ടാണ് മരിച്ചത്. എന്തിലുള്ള ഹൃദയ നൊമ്പരം? എൻ്റെ ഹബീബ് വിട പറഞ്ഞല്ലോ, എൻ്റെ ഹബീബ് വിട പറഞ്ഞല്ലോ, എൻ്റെ മുത്ത് റസൂൽ വിട പറഞ്ഞല്ലോ. അതാ ഒരു സഹോദരൻ പറമ്പിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. മകൻ ഓടി വരികയാണ്. മകൻ ഓടി വന്നിട്ട് ഉപ്പാനോട് പറയാണ്, ഉപ്പാ താങ്ങാൻ പറ്റാത്ത ഒരു വിയോഗ വാർത്തയുണ്ട് വാപ്പാ, ഒരു ദുഃഖമുള്ള വാർത്തയുണ്ട് വാപ്പാ, എനിക്കതെങ്ങനെ പറയണമെന്നറിയില്ല വാപ്പാ. സഹാബിയാണ് വാപ്പയും മകനും. എന്താണ് മോനെ പറ?
നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറഞ്ഞു പോയി. ആ വാപ്പ പണിയായുധങ്ങൾ താഴെയിട്ട് രണ്ട് കരങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് അങ്ങ് ദുആരക്കുകയാണ്. അല്ലാഹുമ്മ അദ്ഹിബ് ബസ്വരീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട കണ്ണു ഇനി എനിക്കൊന്നും കാണണ്ട, ഇനി എനിക്കൊന്നും കാണണ്ട. അല്ലാഹുവേ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒന്നില്ലാതാക്ക് റബ്ബേ. എന്താണ് അവരുടെ ലോകം, എന്താണ് അവരുടെ ഇഷ്ക്, എന്താണ് അവരുടെ ചിന്ത, എന്താണ് അവരുടെ പരലോകത്തിലുള്ള സ്ഥാനം? റസൂലുള്ളാഹില്ലേ, എനിക്കിനി കാഴ്ച വേണ്ട. കഥാ ഹദീസിൽ കാണാം, ചരിത്രത്തിൽ കാണാം, അവിടെ വെച്ച് തന്നെ അല്ലാഹു സ്വീകരിച്ചു പോയി, കാഴ്ച നഷ്ടപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, മകൻ്റെ കൈ പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഹുബ്ബുന്നബി വമദ്ഉഹു ഖൈറുൽ അമൽ വഅസല്ലിലാഹു ബിഹി യുബല്ലിഗുഹു അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഖഫൽ ഇൻദല്ലിലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അത്ര മഹബത്ത് വേണം. കാരണം അത്രയും ത്യാഗമാണ് നമുക്ക് വേണ്ടി. വാപ്പയുമ്മയും നമ്മളെ സ്വർഗത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മനസ്സിലായില്ല? വാപ്പയുമ്മയും സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു എങ്ങോട്ട് കൊണ്ടുപോകുന്നു? സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. യാ റബ്ബി യാ അല്ലാഹ്, അത്ര മധുരാണ്. ഉമ്മാനും ഉപ്പാനും ഇങ്ങ് പോകുന്നു, മക്കളുമായിട്ട് വേണേൽ പറയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ആളുകളെയും ഒരാൾ ഹിദായത്തിലാകുന്നതിനുള്ള നബിതങ്ങളുടെ താല്പര്യത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ കൽബ് പൊട്ടിപ്പോകും. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടൽ. എത്ര ശത്രുവാണെങ്കിലും യവൻ നരകത്തിൽ പോകരുത്, യവൻ നരകത്തിൽ പോകരുത്. എന്തുകൊണ്ട്? നരകത്തിൻ്റെ ശിക്ഷയുടെ കടുപ്പവും കാഠിന്യവും ഏറ്റവും കൂടുതൽ അറിയുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിൽ പെട്ടാലുള്ള ദുഃഖം കൂടുതൽ ആർക്കാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൻ്റെ സന്തോഷവും സുഖവും നേരിട്ട് കണ്ടനുഭവിച്ച് വല്ലാതെ അഭിരുചിച്ച, അതിനേക്കാളും അപ്പുറത്തുള്ള അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്ന രസവും അള്ളാഹുവിൻ്റെ ക്ഷണത്താലങ്ങ് ചെന്ന സയ്യിദുനാ റസൂലുള്ളാഹി. മൂസാ നബി അലൈഹിസ്സലാം വാവിട്ട് റബ്ബിനോട് ചോദിച്ചാണ്, അള്ളാഹുവെ ഒന്ന് കാണിച്ചു തരുമോ, ഒന്ന് കാണിച്ചു തരുമോ റബ്ബേ, ഒന്ന് കാണിച്ചു തരുമോ റബ്ബേ. വല്ലാത്ത ആഗ്രഹമാണ് അള്ളാഹിനെ കാണാൻ പറ്റിയിട്ടില്ല വേണ്ടതുപോലെ. ഖറ മൂസ സ്വൈഖ, ബോധം കെട്ടുപോയി, വീണുപോയി. അതുകൊണ്ട് തന്നെ ഒരു പേര് കിട്ടി, കലീമുല്ലാഹി മൂസ. അപ്പോൾ ഹബീബിനെ എന്ത് വിളിക്കണം? ഒരു ചെറിയ ഒളിവ് കണ്ടിട്ട് പിടിച്ചിരിക്കാൻ പറ്റിയില്ല, ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞിട്ട് എല്ലാം ചോദിച്ചു, ഓക്കെ ആണോ പറ്റുമോ നിനക്കൊണ്ട്, പറ്റുമോ ഒക്കെ ചോദിച്ചിട്ട് എന്നാ കണ്ടോളാൻ പറഞ്ഞു. എവിടെ എങ്ങനെ കാണാനാണ്? കാരണം ആ പ്രകാശത്തിൻ്റെ വകുപ്പിൽ നിന്നുള്ള മിന്നലാണിതൊക്കെ. മനസ്സിലായില്ല? ഏത് പ്രകാശം? സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ വെറുതെ പറയുന്നതല്ല, ഓരോന്നിനും കൃത്യമായ പ്രമാണങ്ങളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ആ പ്രകാശത്തിൻ്റെ മിന്നൽ പിണറുകളാണ് ഓരോ പ്രവാചകന്മാരും. വകുല്ലു ആയിൻ അത്തറുസുലുൽ കിറാമു ബിഹാ ഫഇന്നമാ തസലത് മിൻ നൂരിഹി ബിഹിമി. മദീനയിൽ ചെല്ലട്ട സ്വലാത്ത് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവർ കൊണ്ടോ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എല്ലാ പ്രവാചകന്മാരും, മുഴുവൻ പ്രവാചകന്മാരും കൊണ്ടുവന്ന എല്ലാ അത്ഭുതങ്ങളും, എല്ലാ ഒളിവും, എല്ലാ പ്രകാശവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനോട് ചേർന്നാണ്. ആ നൂറ് കാരണം അവർക്ക് ലഭിച്ചതാണ്. ഒറ്റ സബബേ ഉള്ളൂ. എല്ലാ റഹ്മത്തിനും സബബ്, എല്ലാ കാരുണ്യത്തിനും സബബ്, എല്ലാ അത്ഭുതത്തിനും സബബ്. അതൊരു സിറുൽ അസ്റാറാണ്. അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയാൻ പറ്റിയ ഒരാളേ ഉള്ളൂ. കാമിലായ ഇൻസാൻ, പൂർണ്ണമായ മനുഷ്യൻ എന്ന് പറയാൻ പറ്റിയ ഒരു പ്രഭാവം മാത്രമേ ഉള്ളൂ. അത് സയ്യിദുനാ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബഹുമാനപ്പെട്ടവർ അടുത്തൊരു വരിയും കൂടി വെക്കുന്നുണ്ട്. ഫഇന്നഹു ശംസു ഫളിലിഹും കവാകിബുഹാ യുദ്ഹിറുന അൻവാറഹാ ലിന്നാസി ഫിൽ ളുലമീ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിൻ ഫളിലില്ലാ, ആ തഫ്സീറിൽ കാണാം ബുർദയുടെ മിൻ ഫളിലില്ലാ, അല്ലാഹുവിൻ്റെ ഫളില്, ആ ഫളിലിൻ്റെ സൂര്യനാണ്, സൂര്യനാണ്. ഹും കവാകിബുഹാ, മറ്റുള്ള എല്ലാ പ്രവാചകന്മാരും, മറ്റുള്ള എല്ലാ പ്രവാചകന്മാരും യുദ്ഹിറുന അൻവാറഹാ, ഈ സൂര്യൻ്റെ പ്രഭയെ ഒന്ന് പ്രോജ്വലിപ്പിക്കുന്ന പണിയേ ഉള്ളൂ. അവിടുന്ന് വന്നടിച്ചൊരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് അള്ളാഹ് അങ്ങോട്ട് കൊടുത്തു, അങ്ങ് സ്വീകരിച്ചു എന്ന് കൃത്യമായി പറയാൻ പറ്റിയ ഒരാളാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. ബാക്കിയൊക്കെ കണക്റ്റഡാണ്. ഡയറക്റ്റ് അള്ളാഹു കൊടുത്തിട്ടുള്ളത് ഒന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാം സർവ്വതും ഹബീബിൻ്റെ സബബ് കൊണ്ട് അള്ളാഹു കൊടുത്തതാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ ഹബീബിനോട് ഹുബ്ബില്ലെങ്കിൽ എന്ത് കിട്ടാനാണ്? പരലോകത്തൊരു എല്ലാം റസൂലുള്ളാഹിനെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഹബീബിനോടൊരു ഹുബ്ബും പരിചയമില്ലാത്ത എന്ത് തേങ്ങ നമുക്ക് അവിടെ പോയി കിട്ടാനാണ്? ഒന്നും കിട്ടൂല. ആകെ കിട്ടുന്ന വകുപ്പതേ ഉള്ളൂ ദുനിയാവിൽ അള്ളാഹു വെച്ചിട്ടുള്ളത്. കിട്ടാനുള്ളൊരു വകുപ്പ് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ഹിറുന അൻവാറഹാ ലിന്നാസി ഫിൽ ളുലമീ അന്ന കുല്ലായും വസല ഇലാ സായിരിൽ അംബിയാഇ ഫഹുവ മിൻ നൂരിഹി അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാ അമ്പിയാക്കന്മാർക്ക് നൽകിയത് എവിടെ നിന്ന് എടുത്തിട്ടാണ്? സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ്ക്ക് നേരിട്ട് കൊടുത്തൂടെ? നിബിധങ്ങൾക്ക് കൊടുത്തോ? എല്ലാ പ്രവാചകന്മാർക്കും അങ്ങനെ കൊടുത്തില്ല. ഇത് റസൂലുള്ളാഹിനുള്ള ലോകമാണ്. അതുകൊണ്ട് അവിടുന്ന് എടുത്തിട്ട് കുറേശ്ശെ അങ്ങനെ കൊടുക്കാൻ അള്ളാഹ് തീരുമാനിച്ചതാണ്. വളരെ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ലിഅന്ന കുല്ല മാ ഫിൽ കൗനൈനി മിൻ നൂരിഹി ലിഅന്ന കുല്ല മാ ഫിൽ കൗനൈനി മിൻ നൂരിഹി അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ട് ലോകത്തിലുള്ള എല്ലാം ഒന്നും പുറത്തല്ല. റബ്ബുൽ ആലമീൻ എന്ന് ഏതൊക്കെ വസ്തുക്കളുടെ ഉടമസ്ഥനായി അള്ളാഹു ഉണ്ടോ? മനസ്സിലായില്ല. അള്ളാഹു ഏതെല്ലാം വസ്തുക്കളുടെ ഉടമസ്ഥനായിട്ടുണ്ടോ അവിടെ മുഴുവനും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. കണ്ടോ? ആലമീൻ്റെ റബ്ബ്, ആലമീൻ റഹ്മത്ത്, ആലമീൻ്റെ റബ്ബ്. എത്ര കൃത്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്.